ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അകത്തേക്ക് കയറി വന്ന രാജീവ് ചുറ്റും നോക്കുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധിയും സുഭാഷും നികേഷും. രാജീവ് പുഞ്ചിരിച്ച് എല്ലാവരെയും നോക്കുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ ഞാൻ വരുമ്പോൾ ചായക്കടയുടെ അടുത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുകയായിരുന്നു നിധിയുടെ അച്ഛൻ. നിധിയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കൈയോടെ കൂട്ടിക്കൊണ്ടു വന്നതാണ് ഞാൻ. നിധി പറയുന്നു, അച്ഛൻ ഇവിടേക്ക് വന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. രാജീവ് പറയുന്നു, മോളെ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് സുധീഷിനെ കണ്ടായിരുന്നു. സുധീഷിനെ എവിടെ വെച്ച് കണ്ടുവെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്. ആ ഫ്രണ്ടിന്റെ ഡ്രൈവറായിട്ടാണ് ഞാൻ സുധീഷിനെ കണ്ടത്. എന്റെ ഫ്രണ്ട് വരുന്ന വഴിയിൽ ഇറങ്ങി. ഞാനും സുധീഷും തനിച്ച് ട്രാവൽ ചെയ്യേണ്ടി വന്നു. സുധീഷിന്റെ ജോലിയൊക്കെ കൊണ്ട് എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. പിന്നെ എനിക്ക് എന്റെ മോളെ കാണണമെന്നും തോന്നി. സുഭാഷ് ചോദിക്കുന്നു, അവൻ തെറ്റായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ? രാജീവ് പറയുകയാണ്, ഇല്ല, തെറ്റായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമായിരുന്നു. സുഭാഷ് പറയുന്നു, അയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാം. അങ്ങനെ സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് നികേഷ്. രാജീവ് ചുറ്റും നോക്കുമ്പോൾ ടെൻഷനോടുകൂടി രാജീവിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, അമ്മ സുഖമായിട്ടിരിക്കുന്നു അച്ഛാ? രാജീവ് പറയുന്നു, കുഴപ്പമില്ല. രാജീവ് ഭാസ്കറിനെ ശ്രദ്ധിക്കുമ്പോൾ നിധി പറയുന്നു, അത് സുധീഷിന്റെ അച്ഛനാ. രാജീവ് പറയുകയാണ്, പറഞ്ഞായിരുന്നു മോളെ. സുഭാഷ് രാജീവിന് വെള്ളം കൊടുക്കുകയാണ്. താങ്ക് യു എന്ന് പറഞ്ഞ രാജീവ് അത് വാങ്ങി കുടിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, സാറ് ചായ കുടിക്കത്തില്ലേ? രാജീവ് പറയുന്നു, കുടിക്കും, പഞ്ചസാര കുറച്ചു മതി. ഇത് കേട്ട് സുഭാഷ് അടുക്കളയിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ ഉണ്ടാക്കാം ചായ. സുഭാഷ് പറയുകയാണ്, വേണ്ട മോളെ, ഞാൻ ചായ ഉണ്ടാക്കാം. അച്ഛൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, നിങ്ങൾ സംസാരിക്ക്, ഞാൻ ചായ ഇട്ടോണ്ട് വരാം. അങ്ങനെ സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോൾ രാജീവ് ചോദിക്കുന്നു, ഈ വീട്ടിലെ എത്ര പേരുണ്ട്? നിധി പറയുന്നു, സുഭാഷ് ഏട്ടനാണ് ഏറ്റവും മൂത്ത ചേട്ടൻ. ഇത് നികേഷ്, സുധീഷിന്റെ ഇളയ അനുജനാ. സുധീഷിന് മറ്റൊരു അനുജൻ കൂടിയുണ്ട്, ഹരീഷ്, നികേഷിന്റെ ചേട്ടൻ. പിന്നെ ഇവരുടെ അച്ഛൻ. രാജീവ് ചോദിക്കുന്നു, നികേഷ് എന്ത് ചെയ്യുക? അപ്പൊ നികേഷ് പറയുകയാണ്, ഞാൻ ബികോം ഫൈനൽ ഇയറിനും പഠിക്കുക. രാജീവ് പറയുന്നു, കോളേജ് പഠിക്കുന്നു, നല്ല കാര്യം. നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? അതേന്ന് നികേഷ് പറയുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മ? നികേഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛാ അമ്മയില്ല, ഇവരുടെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയി, ഇവർക്ക് അച്ഛനേ ഉള്ളൂ. സുഭാഷ് ചായയും സ്നാക്സും കൊണ്ട് വെക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും എന്താ നിൽക്കുന്നത്? ഇരിക്ക്. സുഭാഷ് പറയുകയാണ്, സാരമില്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. രാജീവ് പറയുന്നു, മോളെ നിധി, ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്തിനാ ഈ വാശി? എത്ര നാളത്തേക്കാ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ? എന്താണെങ്കിലും നീ എന്റെ മോളല്ലേ? നിന്നോട് ദേഷ്യപ്പെട്ട് എനിക്ക് എത്ര നാൾ കഴിയാൻ പറ്റും? നാളെ ഈ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാ? നിധി പറയുന്നു, അച്ഛൻ എന്തായി പറയുന്നത്? രാജീവ് പറയുന്നു, ജനിച്ചാൽ എല്ലാവരും ഒരു ദിവസം മരിക്കും. മരിക്കുമെന്ന് പറഞ്ഞാ ഇന്ന് മരിക്കുമെന്നല്ല, എനിക്കൊക്കെ ഇനിയും കുറച്ചു കാലം കൂടിയല്ലേ ഉള്ളൂ ജീവിതം. വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ആയി നടന്നിട്ട് എന്ത് കിട്ടാനാ? നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരല്ലേ? ഞാൻ ഇവിടെ വന്നത് മോളുടെ അമ്മയ്ക്ക് പോലും അറിയില്ല. ചായ നന്നായിട്ടുണ്ട്. നിധി പറയുന്നു, സുഭാഷേട്ടനാ വീട്ടിലെ പാചകം എല്ലാം ചെയ്യുന്നത്. എന്നെ നോക്ക്, ഞാൻ വന്ന നാൾ മുതലേ സുഭാഷേട്ടന്റെ ഭക്ഷണം കഴിച്ച് തടി വെച്ചിരിക്കുക. നന്നായി പാചകം ചെയ്യും. രാജീവ് ചോദിക്കുന്നു, സുഭാഷിന്റെ ജോലി എന്താ? സുഭാഷ് പറയുന്നു, ഞാൻ മേസ്തിരിയായി ജോലി ചെയ്യുക. നിധി പറയുകയാണ്, അച്ഛാ പേരിന് മേസ്തിരിയാണ്, പക്ഷേ ഒരു ബിൽഡിംഗ് തനിച്ച് കെട്ടാനുള്ള നോളജ് ഉണ്ട് സുഭാഷേട്ടന്. പുഞ്ചിരിച്ച സുഭാഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല സർ, നിധി എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. ഭാസ്കരൻ അകത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ രാജീവും മറ്റെല്ലാവരും ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു? സുഭാഷ് പറയുകയാണ്, അച്ഛൻ നേരത്തെ ലോറി ഓടിക്കുമായിരുന്നു, ഇപ്പൊ ഓടിക്കാറില്ല. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ സുധീഷിനേട്ടനെ ഫോണിൽ വിളിച്ചാ വരാൻ പറയട്ടെ? സുഭാഷ് പറയുന്നു, അവനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ രാജീവ് പറയുകയാണ്, വേണ്ട, സുധീഷ് ജോലി ചെയ്യുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സുധീഷിന്റെ ജോലി നടക്കട്ടെ, ഞാൻ ഉടനെ ഒന്നും പോകുന്നില്ല. ജോലിയെല്ലാം കഴിഞ്ഞ് സുധീഷ് വരുമ്പോൾ കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ. ഈ സമയം രാജീവിന്റെ ഫോണിലേക്ക് ഒരു കോഡ് വരികയാണ്. രാജീവ് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ സുഭാഷ് പതിയെ നിധിയോട് ചോദിക്കുന്നു, അച്ഛന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കട്ടെ? നിധി പതിയെ പറയുന്നു, കഴിക്കാൻ വരുമോന്ന് അറിയില്ല. ഫോൺ കട്ട് ചെയ്ത രാജീവ് പറയുന്നു, എന്താ സുഭാഷ്, ഒരു രഹസ്യം? കഴിക്കുന്നതിനെ പറ്റിയാണോ? അത് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ. സുഭാഷ് നന്നായി പാചകം ചെയ്യുമെന്ന് എന്റെ മോള് പറഞ്ഞല്ലോ, ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, സാറിന് വെജ് ആണോ നോൺ വെജ് ആണോ ഇഷ്ടം? രാജീവ് പറയുന്നു, സുഭാഷ് എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും. എന്റെ മോൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെ ഞാനും കഴിക്കാം. ശരിയെന്ന് പറഞ്ഞ നികേഷിനെയും കൂടി അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. നിധിയുടെ കയ്യിൽ പിടിച്ച് തലോടിക്കൊണ്ട് രാജീവ് പറയുന്നു, ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു, ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത്, കരയരുത്. അങ്ങനെ നിധിയുടെ കണ്ണീര് തുടയ്ക്കുകയാണ് രാജീവ്. തുടർന്ന് രാത്രി നിധിയെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് രാജീവ്. ചുറ്റും നോക്കി രാജീവ് ചോദിക്കുന്നു, മോളെ ഈ സ്ഥലം മൊത്തം ഇവരുടേതാണോ? നിധി പറയുന്നു, ഇല്ലച്ചാ, ഈ വീട് മാത്രമാണ് ഇവരുടേത്, ബാക്കിയെല്ലാം ഫാമിലി പ്രോപ്പർട്ടിയാണ്. സുധീഷിന്റെ അച്ഛന് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട്, അവർക്കും ഇതിൽ ഷെയർ ഉണ്ട്. രാജീവ് ചോദിക്കുന്നു, മോളെ നീ എങ്ങനെ ഈ വീട്ടിൽ താമസിക്കുന്നത്? നിധി തിരിഞ്ഞ് രാജീവിനെ നോക്കുമ്പോൾ രാജീവ്
രാജീവ് പറയുകയാണ്, ഞാൻ തെറ്റായ രീതിയിൽ ചോദിച്ചതല്ല. നമ്മുടെ വീട്ടിൽ നീ എത്ര സൗകര്യത്തോടു കൂടി കഴിഞ്ഞതാ? ഈ വീട് വളരെ ചെറുതാ, പഴയതാ. ഇവിടെ എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്നത്? നിധി പറയുന്നു, ഈ വീട്ടിലുള്ള എല്ലാവരും വളരെ നല്ലവരാച്ച. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. രാജീവ് ചോദിക്കുന്നു, ഇവിടെ സ്ത്രീകൾ ആരും ഇല്ലേ? നിധി പറയുകയാണ്, ഇല്ലച്ച. ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ ഞാൻ ഒറ്റ ഒരു പെണ്ണേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതിനേക്കാളും സേഫ് ആയിട്ടുള്ള മറ്റൊരിടവും ഇല്ല. അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയാ ഇവിടെയുള്ളവർ എന്നെ സംരക്ഷിക്കുന്നത്. ഈ സമയം പാട്ടും പാടി അവിടേക്ക് വന്നിരുന്ന ഭാസ്കരൻ നിധിയോട് ചോദിക്കുന്നു, എന്താ മോളെ, നിന്റെ അച്ഛന് പെട്ടെന്നൊരു മനംമാറ്റം? അത്ര പെട്ടെന്നൊന്നും ഈ അച്ഛന്മാരുടെ മനസ്സ് മാറാറില്ലല്ലോ. ഇത് കേട്ട് പുഞ്ചിരിച്ച് ഭാസ്കരന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് രാജീവ്. നിധി അകത്തേക്ക് പോകുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ പെട്ടെന്നുള്ള മനംമാറ്റത്തിന്റെ കാരണം? പുഞ്ചിരിച്ച് രാജീവ് പറയുകയാണ്, എന്റെ പേര് രാജീവ്. നിങ്ങളുടെ പേരെന്താ? ഭാസ്കരൻ പറയുന്നു, ഞാൻ ഭാസ്കരൻ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയില്ല. നിങ്ങൾ വലിയ പണക്കാരനാണ്, അഭിമാനി. അത്ര പെട്ടെന്നൊന്നും മനസ്സ് മാറി മോളെ അന്വേഷിച്ച് ഇവിടെ വരാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. രാജീവ് പറയുന്നു, ദേഷ്യവും വിഷമവും എല്ലാം ഇപ്പോഴും ഉണ്ട്. ഏതൊരു പെൺകുട്ടിയുടെ അച്ഛൻ തന്റെ മകള് നന്നായി ജീവിക്കണം, നല്ല സുഖ സൗകര്യത്തോടു കൂടി കഴിയണമെന്നല്ലേ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു സ്ഥലത്തേക്കല്ല എന്റെ മോള് വന്നതെന്നുള്ളത് എന്റെ ഒരു വിഷമമാണ്. എന്ന് കരുതി എന്റെ മോളെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? ഭാസ്കരൻ പറയുന്നു, ഓ അങ്ങനെ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എനിക്ക് ബിസിനസ് ആണെന്ന് രാജീവ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എനിക്കും ബിസിനസ്സാ. രാജീവ് ചോദിക്കുന്നു, എന്ത് ബിസിനസ്? ഭാസ്കരൻ പറയുകയാണ്, ലോറി ബിസിനസ്. രാജീവ് ചോദിക്കുന്നു, ഓ ലോറി വാങ്ങി വിൽക്കുമോ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, അതല്ല, എനിക്ക് 2-3 ലോറി സ്വന്തമായിട്ടുണ്ടായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ ഭാര്യയെ ഞാൻ പൊന്നിൽ പൊതിഞ്ഞാണ് കൊണ്ടു നടന്നിരുന്നത്. ഇഷ്ടം പോലെ കാശ്, ജീവിതം വളരെ സന്തോഷത്തോടു കൂടി പോവുകയായിരുന്നു. പെട്ടെന്ന് എന്റെ ഭാര്യ മരിച്ചുപോയി. ഞാൻ അവളെ കൊന്നുവെന്ന് പറഞ്ഞ് എന്നെ ജയിലിലാക്കി. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആ 3 ലോറി 1 ലോറിയായി മാറി. ഇപ്പൊ അതുമില്ല. തുടർന്ന് സുഭാഷ് പാചകം ചെയ്യുമ്പോൾ നിധിയും നികേഷും സുഭാഷിനെ സഹായിക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, മോളെ നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? നീ പോയി അച്ഛനോട് സംസാരിച്ചിരിക്കുക. നിധി പറയുന്നു, അച്ഛൻ നിങ്ങളുടെ അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കുക. നികേഷ് പറയുന്നു, അയ്യോ ഏട്ടത്തി, ആദ്യം പോയി അത് നിർത്ത്. വായി വരുന്നതൊക്കെ അച്ഛൻ വിളിച്ചു പറയും. ദയവ് ചെയ്ത് പോയി ഏട്ടത്തിയുടെ അച്ഛനെ വിളിച്ചോണ്ട് വാ. നിധി പറയുന്നു, അവര് സംസാരിക്കട്ടെ. നികേഷ് പറയുകയാണ്, അയ്യോ ഏട്ടത്തി, ദയവ് ചെയ്ത് പോയി വിളിച്ചോണ്ട് വാ. സുഭാഷ് പറയുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഭാസ്കരൻ തന്റെ ചെറുപ്പത്തെ കുറിച്ച് രാജീവിനോട് പറയുമ്പോൾ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, സർ അകത്ത് വന്നിരിക്കുക. രാജീവ് പറയുന്നു, സാരമില്ല സുഭാഷേ, ഞാൻ ഇവിടെ ഇരിക്കാം. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇവിടെ കൊതുക് ഒരുപാടുണ്ട്, സാർ അകത്തിരിക്കുക. രാജീവ് പറയുകയാണ്, അത് സാരമില്ല, ഞാൻ നിങ്ങളുടെ അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കുക. സുഭാഷ് പറയുന്നു, അച്ഛൻ എവിടെയും പോകത്തില്ല, അച്ഛനോട് രാവിലെയും സംസാരിക്കാം, സാർ അകത്തേക്ക് വാ. ഭാസ്കരൻ പറയുന്നു, വിളിക്കുന്നത് കേട്ടില്ലേ, നിങ്ങൾ പോ. അകത്തോട്ട് പോയാൽ കൊതുക് അടിക്കില്ല. സാർ വാന്ന് പറഞ്ഞ് സുഭാഷ് രാജീവിനെയും കൂടി അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അച്ഛനെ ഞാൻ പുറത്തിരിക്കുന്നു, എന്നെ കൊതുക് അടിച്ചാൽ അവനൊരു കുഴപ്പമില്ല. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, നികേഷ് ഇത്രയും നേരമായിട്ടും സുധീഷിനെ കാണുന്നില്ലല്ലോ, ഫോണിൽ വിളിച്ച് പെട്ടെന്ന് വരാൻ പറ. തുടർന്ന് രാജീവ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോളിലേക്ക് ഭക്ഷണം കൊണ്ടുവയ്ക്കുകയാണ് സുഭാഷും നിധിയും നികേഷും. രാജീവിന്റെ മുന്നിലേക്ക് ഒരു ചെറിയ ടേബിൾ കൊണ്ടുവയ്ക്കുകയാണ് നികേഷ്. രാജീവ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും എങ്ങനെയാ കഴിക്കുന്നത്? സുഭാഷ് പറയുന്നു, ഞങ്ങൾ തറയില് പായിട്ടിരുന്നാ കഴിക്കുന്നത്. ഞാനും താഴെ ഇരിക്കാന്ന് പറഞ്ഞ് രാജീവ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുഭാഷ് പറയുന്നു, അയ്യോ സാർ അവിടെ ഇരുന്നാ മതി, താഴെ ഇരുന്ന് ശീലമുള്ളതല്ലോ. രാജീവ് പറയുന്നു, ഇങ്ങനെയല്ലേ ശീലമാകുക, ഞാനും താഴെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ രാജീവ് സന്തോഷത്തോടു കൂടി താഴേക്ക് ഇരിക്കുമ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് നിധിയും സുഭാഷും. രാജീവ് പറയുന്നു, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, ഇത്രയും സമയം കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയോ? സുഭാഷ് പറയുന്നു, സമയം വളരെ കുറവായിരുന്നു, കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഐറ്റം കൂടി ഉണ്ടാക്കാമായിരുന്നു. നിധി പറയുകയാണ്, അച്ഛാ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടാക്കി വെച്ച് പാത്രം എല്ലാം കഴുകി അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ടാ സുഭാഷ് ഇടാൻ പോകുന്നത്. സുഭാഷ് പറയുന്നു, അയ്യോ നിധി എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ, സാറ് കഴിച്ചു നോക്കിയിട്ട് പറ. കഴിച്ചു നോക്കി രാജീവ് പറയുന്നു, നന്നായിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, അച്ഛൻ കഴിക്കുന്നില്ലേ? അച്ഛൻ പിന്നെ കഴിക്കുമെന്ന് സുഭാഷ് പറയുമ്പോൾ സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് ശരിയെന്ന് പറഞ്ഞ് രാജീവ് ഭക്ഷണം കഴിക്കുകയാണ്. അച്ഛ കറി വിളമ്പട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നു, മതി മോളെ, വേണമെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം, നമ്മുടെ വീടല്ലേ. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് സുധീഷും ഹരീഷും. കാറിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് പറയുന്നു, ഇതെന്താ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു കാറ്, ആരാ വന്നത്? അങ്ങനെ രാജീവിന്റെ കാറിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി വരികയാണ് സുധീഷും ഹരീഷും. സുധീഷേട്ടൻ വന്നെന്ന് പറഞ്ഞ അരികിലേക്ക് ഓടിച്ചെന്ന് നികേഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ എന്താ ഇത്രയും താമസിച്ചത്? സുധീഷ് പറയുകയാണ്, എന്താടാ കാര്യം? നീ ഫോൺ വിളിച്ചും എപ്പോഴാ വരുന്നേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. നികേഷ് പറയുന്നു, പറഞ്ഞാൽ സുധീഷേട്ടൻ ഉടനെ ഓടി വരും. സുധീഷേട്ടൻ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ പറയാഞ്ഞത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. സുധീഷ് ചോദിക്കുന്നു, ഗസ്റ്റോ? ആരാടത്? നികേഷ് പറയുന്നു, ആരാണെന്നറിഞ്ഞ സുധീഷേട്ടൻ ഞെട്ടിപ്പോകും. സംശയത്തോടു കൂടി ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് ചോദിക്കുന്നു, ആര്? സുനന്ദയാണോ? നികേഷ് പറയുന്നു, സുനന്ദ
ഒന്നുമല്ല. വാ. അകത്തേക്ക് കയറി വന്ന സുധീഷ് ഏട്ടൻ ഞെട്ടി നിൽക്കും. സുഭാഷ് പറയുന്നു, സുധീഷേ വാടാ, ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. അകത്തേക്ക് കയറി വന്ന സുധീഷും ഹരീഷും രാജീവിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. എല്ലാവരും പുഞ്ചിരിച്ച് അവരെ നോക്കുമ്പോൾ രാജീവും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്? നിധി പറയുന്നു, അച്ഛാ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹരീഷ്. സുധീഷ് അച്ഛനെ കണ്ട് സംസാരിച്ചിരുന്നില്ലേ, അത് അച്ഛൻ മനസ്സ് മാറി എന്നെ കാണാനായി ഇവിടേക്ക് വന്നത്. ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ച് സുധീഷ് പുഞ്ചിരിച്ച് നമസ്കാരം പറയുമ്പോൾ രാജീവ് പറയുകയാണ്, നമസ്കാരം, വാ ഇരിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നിങ്ങളുടെ ചേട്ടൻ വളരെ നന്നായി പാചകം ചെയ്യുന്നുണ്ടല്ലോ, വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. സുഭാഷ് പറയുന്നു, നിങ്ങൾ പോയി കൈ കഴുകിയിട്ട് വാ. ഇത് കേട്ട് അകത്തേക്ക് പോവുകയാണ് ഹരീഷും സുധീഷും നികേഷും. തുടർന്ന് ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, അമ്മായി അച്ഛൻ ചിരിച്ചുകൊണ്ട് വന്നിരിക്കുന്നല്ലോ. ദേ നമ്മുടെ വീട്ടിലിരുന്ന് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നു. സുധീഷ് പറയുകയാണ്, എടാ എന്തോ തീരുമാനിച്ചുറപ്പിച്ചുള്ള വരവാത്. ഹരീഷ് ചോദിക്കുന്നു, പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയാണോ വന്നത്? ഏട്ടത്തിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ? സുധീഷ് പറയുന്നു, എടാ അതിന് ഞാൻ സമ്മതിക്കില്ല. സുഭാഷ് ഉറക്കെ സുധീഷിനെയും ഹരീഷിനെയും ഭക്ഷണം കഴിക്കാനായി വിളിക്കുകയാണ്. സുഭാഷ് ഏട്ടൻ വിളിക്കുന്നു, നീ വാന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെയും കൂടി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അവർ രാജീവിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നു. പുഞ്ചിരിച്ച് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് രാജീവ് പറയുന്നു, സുഭാഷ് ഇരിക്ക്, നമുക്ക് കഴിക്കാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് സുഭാഷ് പറയുമ്പോൾ രാജീവ് പറയുകയാണ്, മോളെ നിധി നീ ഇരിക്ക്. നിധി പറയുന്നു, ഞാൻ സുഭാഷ് ഏട്ടന്റെ കൂടെ കഴിച്ചോളാം അച്ഛാ. രാജീവ് പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് സംശയത്തോടുകൂടി രാജീവിനെ തന്നെ നോക്കിയിരിക്കുന്നു. രാജീവ് പറയുന്നു, സുധീഷേ എന്താ എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത്? ഭക്ഷണം കഴിക്ക്. നിങ്ങളുടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഞാനിപ്പോ നിങ്ങളോട് ഭക്ഷണം കഴിക്കണമെന്ന് പറയുകയാണല്ലേ? ഭക്ഷണം കഴിക്കുന്ന സുധീഷ് ഇടയ്ക്കിടയ്ക്ക് രാജീവിനെ നോക്കുന്നുണ്ട്. രാജീവ് പുഞ്ചിരിച്ച് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. തുടർന്ന് എല്ലാവരും സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുകയാണ്. സുധീഷും ഹരീഷും സംശയത്തോടുകൂടി രാജീവിനെ നോക്കുന്നുണ്ട്. രാജീവ് ചോദിക്കുന്നു, സുഭാഷിന്റെ കല്യാണം എന്നാ? ഇത് കേട്ട് എല്ലാവരുടെയും മുഖം വാടുമ്പോൾ നിധി പറയുന്നു, നോക്കുന്നുണ്ടച്ചാ, ഉടനെ തന്നെ കല്യാണം നടക്കും. രാജീവ് പറയുന്നു, ശരി, മോള് ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടുകൂടി കഴിയുകയാണെന്ന് മനസ്സിലായി. ഭക്ഷണം കഴിച്ച് മനസ്സും വയറും നിറഞ്ഞു. ശരി, അപ്പൊ ഇറങ്ങട്ടെ. ഇത് കേട്ട് സമാധാനത്തോടുകൂടി നിൽക്കുകയാണ് സുധീഷ്. നിധിയുടെ തോളിൽ കൈവച്ച് രാജീവ് പറയുന്നു, മോളെ ഞാൻ ഇറങ്ങട്ടെ. നിധി പറയുന്നു, ശരി അച്ഛാ. അമ്മയും ചേട്ടനെയും ഏട്ടത്തിയെയും മോളെയെല്ലാം ചോദിച്ചതായി പറയണേ. അമ്മയെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിക്കാം. സ്നേഹത്തോടുകൂടി നിധിയെ തലോടി രാജീവ് പറയുന്നു, ശരി മോളെ. ഹരീഷ് പതിയെ സുധീഷിനോട് പറയുകയാണ്, പോകാൻ തുടങ്ങുക, രക്ഷപ്പെട്ടു. രാജീവ് പറയുന്നു, ഭാസ്കരനോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. എന്നോടൊന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, വേറൊന്നുമല്ല, നിധിയെയും സുധീഷിനെയും ഒരാഴ്ചത്തേക്ക് എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകട്ടെ. ഇത് കിട്ടി ഹരീഷിനെ നോക്കുകയാണ് സുധീഷ്. സുഭാഷും നികേഷും നിധിയും എല്ലാം വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ സംശയത്തോടുകൂടി രാജീവിനെ നോക്കുകയാണ് ഹരീഷും ഭാസ്കരനും. എന്തിനാച്ചാന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നു, അതെന്തൊരു ചോദ്യം മോളെ. എനിക്ക് നിങ്ങളോട് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതെല്ലാം മറന്നു. ഇനിയെങ്കിലും നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് വിളിക്കണ്ടേ? നിങ്ങൾ കുറച്ചു ദിവസം എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ ഒരാഴ്ചത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് ഞാൻ ചോദിച്ചത്. സുധീഷ് പറയുന്നു, അതെന്തിനാ ഉടനെ പോകുന്നത്? മറ്റൊരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം. സുഭാഷ് പറയുകയാണ്, സാറ് വിളിച്ചതല്ലേടാ, പോയിട്ട് വാ. സുധീഷ് പറയുന്നു, അതല്ല സുഭാഷ് ഏട്ടാ, നിധിക്ക് ഇവിടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ഈ സമയം ഒരാഴ്ച മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ. രാജീവ് പറയുന്നു, ഒരാഴ്ചത്തെ കാര്യമല്ലേ സുധീഷേ, അതിനിടയിൽ നിധിക്ക് ഇന്റർവ്യൂ വല്ലതും വന്ന് അറ്റൻഡ് ചെയ്യട്ടെ. കാറിൽ വന്നാ പോരെ? സുഭാഷ് പറ, ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടു പോട്ടെ. സുഭാഷ് പറയുകയാണ്, സാറിന്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ഞാനെന്ത് പറയാനാ? നിധി സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, വിശ്വസിക്കാമോ? ഇവരെ തിരിച്ചു വിടുമോ? ഇത് കേട്ട് സുഭാഷ് അച്ഛാന്ന് വിളിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മനസ്സിൽ തോന്നിയത് ചോദിച്ചു, അതിനിപ്പോ എന്താ? രാജീവ് പറയുന്നു, ഞാൻ എന്റെ മോളെ മാത്രമല്ലല്ലോ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മോളെ മാത്രമാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ സംശയിക്കാം. ഞാൻ എന്റെ മകളെയും ഭർത്താവിനെയുമാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ ഇവിടെ വന്ന കാര്യം ഞാൻ ഇപ്പോഴാ എന്റെ വൈഫിനോട് പറഞ്ഞത്. അവൾ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഞാൻ എന്റെ മോളെ കാണരുത്, സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മാത്രം അവിടെ പോയി മോളെ കണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നോന്ന്. അവൾക്കും മകളോട് സ്നേഹമില്ലേ? മകളെ കാണണമെന്നുണ്ടല്ലോ. സുഭാഷ് പറയുന്നു, സാറ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകും. ഇത് കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ഭാസ്കരനും സുധീഷും ഹരീഷും. രാജീവ് പറയുന്നു, വളരെ സന്തോഷം സുഭാഷേ. നിധി നീ എന്താ പറയുന്നത്? നിധി എന്റെ കൂടെ വന്നാ അമ്മ ഒരുപാട് സന്തോഷിക്കും. ഒരാഴ്ച വന്ന് നീ വീട്ടിൽ താമസിച്ച ആ വീട്ടിലുള്ളവരെല്ലാവരും ഒരുപാട് സന്തോഷിക്കും. നാളെ രാവിലെ വന്ന് ഞാൻ നിധിയെയും സുധീഷിനെയും കൂട്ടിക്കൊണ്ടു പോകാം. സന്തോഷത്തോടുകൂടി നിധി പറയുന്നു, ശരി അച്ഛാ. സന്തോഷത്തോടുകൂടി രാജീവ് പറയുന്നു, ശരി എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അച്ഛൻ എവിടെ താമസിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഹോട്ടലിലാ മോളെ. ഇന്ന് രാത്രി ഹോട്ടലിൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഞാനിങ്ങി വരും. സുഭാഷ് പറയുന്നു, സാറിനോട് ഇവിടെ താമസിക്കണമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, അടുത്ത പ്രാവശ്യം സാർ ഇവിടെ വരുമ്പോൾ നമുക്കൊരു വലിയ വീടുണ്ടാക്കി ഇവിടെ താമസിപ്പിക്കാം. ഭാസ്കരൻ പറയുകയാണ്, എടാ എന്ത് സൗകര്യം? മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിൽ എവിടെ
എവിടെ വേണമെങ്കിലും താമസിക്കാം. സുഭാഷ് പറയുന്നു, ഇവിടെ വീടുള്ളപ്പോൾ സാര രാത്രി ഹോട്ടലിൽ താമസിക്കുന്നതോർത്ത് വല്ലാത്ത വിഷമമുണ്ട്. രാജീവ് ചോദിക്കുന്നു, സുഭാഷ് എന്തിനാ വിഷമിക്കുന്നത്? എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്നോർത്താണോ? ഇന്ന് രാത്രി ഞാൻ ഇവിടാണ് താമസിക്കുന്നത്. മതിയോ? ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധിയും സുഭാഷും. നികേഷും ഹരീഷും ഭാസ്കരനും എല്ലാം വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുധീഷ്. വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നു, അച്ഛൻ പറഞ്ഞത് സത്യമാണോ? അച്ഛൻ ഇവിടെ താമസിക്കുമോ? സത്യമാണെന്ന് രാജീവ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ, ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ എത്രയും സ്ഥലം വേണം? ഒരു കട്ടില് പോരെ? രാജീവ് പറയുന്നു, ഭാസ്കരൻ പറഞ്ഞത് കറക്റ്റ് ആണ്. വേറെ എന്താ വേണ്ടത്? കട്ടില് മതി. ഞാൻ ഇവിടെ തന്നെ താമസിച്ച് രാവിലെ ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാം. സുഭാഷ് പറയുന്നു, ഇവിടെ ഒരു ബാത്റൂമേ ഉള്ളൂ, സൗകര്യങ്ങൾ കുറവാ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. സാറിപ്പോൾ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നികേഷ് പറയുന്നു, ഞങ്ങള് പിന്നിലായി പുതിയതായി ഒരു ബാത്റൂം പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭാസ്കരൻ പറയുകയാണ്, അതെന്താ ബാത്റൂം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, ചെറിയ വീടാണ്, ഒരു ബാത്റൂമേ ഉള്ളൂ എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടിയല്ലേ കഴിയുന്നത്? പിന്നെന്താ, ഞാനും ഇവിടെ താമസിക്കാം. എന്റെ മോള് താമസിക്കുന്ന വീട്ടിലാ ഞാനിന്ന് ഉറങ്ങാൻ പോകുന്നത്. താങ്ക് യു അച്ഛാന്ന് പറഞ്ഞ് നിധി സന്തോഷത്തോടു കൂടി രാജീവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ സ്നേഹത്തോടു കൂടി നിധിയെ ചേർത്ത് പിടിക്കുകയാണ് രാജീവ്. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ടെൻഷനോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.